എടലായില്ലു അത് നമ്മുടെ അടുത്തുള്ള വെങ്കച്ചല്ലേ? നിനക്ക് ഇത് തന്നെയാണ് പണി? ഇല്ല, നമ്മുടെ അടുത്തുള്ള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ഡാ അന്നങ്ങാതിരിക്കടാ. ഇതെങ്ങനെയുണ്ട്? സ്റ്റൈലല്ലേ? എന്താണ് നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എടാ, ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് മൂത്രം ഒഴിച്ചു തുടങ്ങാം, എന്നിട്ട് ക്ലാസ് ഏതാന്ന് നോക്കാം. എടാ, എന്തോരം കാര്യങ്ങൾ പഠിക്കാനുള്ളതാ. എന്തെന്തോരം കാര്യങ്ങള്? ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ചേട്ടൻ പഠിപ്പിച്ചു തരാട്ടാ. നീയല്ലേ പറഞ്ഞ കോളേജ് ലൈഫ് ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കണോന്നൊക്കെ. എടാ, പഠിച്ചുകൊണ്ട് അടിച്ചു പൊളിക്കണം. എന്നാലും ഈ കോളേജിന്റെ മൂത്രപ്പര എവിടെ കൊണ്ടുപോയി വെച്ചേക്കണേ? ഏടാ ലൈലു, കുറച്ച് സുന്ദരകില്ലാരിമാര് വരുന്നുണ്ട് പാട്ടൊക്കെ വെച്ച്. മ്യൂസിക് ഉണ്ടല്ലോ, ഡാൻസ് ഉണ്ടല്ലോ, അവരോട് ചോദിക്കാലോ. ഹായ് എടാ. അതെ, നമ്മുടെ ഈ കോളേജിന്റെ മൂത്രപ്പുര എവിടെയാണെന്നറിയോ? ചേട്ടാ, നമ്മുടെ കോളേജിലെ മൂത്രപ്പുര എവിടെയാണെന്നറിയോ? ഹായ്. ശരി ചേട്ടാ, ഓക്കെ എന്നാ ഞങ്ങള് നോക്കിക്കോളാം. നടക്കണ വലിയ കാര്യം. നീ വിട്ടോ? അല്ല പറഞ്ഞുതരൂ. നീ എന്തിനാ തമാശ കളിക്കണ? നിനക്ക് ഹൃദയരഞ്ജന ആരാണെന്ന് അറിയോ? അവന്റെ പവർ എന്താന്ന് അറിയോ? ഇല്ലട്ടാ, ആരാണ്? നിനക്ക് ഒന്നും അറിഞ്ഞൂടാ. എന്നിട്ട് നീ ഒരുമാതിരി ഇറങ്ങി പിടിച്ച ടീഷർട്ട് ഇട്ടുകൊണ്ട് നീ എന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. നിനക്ക് അറിയില്ല എന്നെ. നാളെ മുതൽ വരുമ്പോ നിന്റെ ഇറങ്ങി പിടിച്ച ബ്ലൗസ് മാറ്റി വല്ല ഷർട്ട് ഇട്ട് വന്നോളാം, മനസ്സിലായിടാ? കൈമാറ്റാട്ടാ, ഇതെന്റെ മേമ മേടിച്ചെന്ന പുതിയ ടീഷർട്ടാണ്. നീ എന്താ ചിരിക്കണ? കൈമാറ്റാട്ടാ, ഇതെന്റെ മേമ മേടിച്ച ടീഷർട്ടാണേ. നീ എന്താ പേടിച്ചു പോയാ? നിന്റെ പേരെന്താടാ? ലൈലാസുരൻ. എന്ത് സുരൻ? ലൈലാസുരൻ. ലൈലാസുരനാ? എന്തോന്ന് പേരാടാ. ശരിയാണല്ലോടാ, മുൾക്കിരീടൊക്കെ വെച്ച യേശു ക്രിസ്തുവിന്റെ മോറും. എന്താ ഇതിന് മാത്രം ചിരിക്കാൻ? നീ ഇത്രയും പെട്ടെന്ന് പെണ്ണായ? ഇതിന് മാത്രം ചിരിക്കാനെന്നാ? ഇതിലെ ഹാസ്യം എന്താന്ന് കുട്ടിക്ക് മനസ്സിലായില്ല. എടാ, നിന്റെ പേരൊന്നും കൂടി പറഞ്ഞു കൊടുത്തടാ. ലൈലാസുരൻ അല്ലേ? ആ പേരിന് എന്തെത്ര കുഴപ്പം? നീ ആരാ? നിനക്ക് ഹൃദയരഞ്ജന ആരാണെന്നറിയോ? അവന്റെ പവർ എന്താണെന്നറിയോ? ഞാൻ ആരാന്നറിയോ? നീ ഏതാടി? എടീന്നാ, ഞാൻ സഖാവ് ബിനോയുടെ ക്ലാസ്സിലാ. ബിനോയ്. ഓ, PG കാരിയാണല്ലേ? മര്യാദക്ക് ഇവനെ വിളിച്ചിട്ട് കൺമുഞ്ഞിന്ന് വിട്ടോ, ഇല്ലെങ്കിൽ നല്ല ഇടി കിട്ടും. വിട്ടോ. വാടോ. സഖാവ് ബിനോയ് ഭയങ്കര പ്രശ്നക്കാരനാ. അത് ഞാൻ പറയാതിരിക്കും. ശരിയാണ്ടാ. നീ ഇങ്ങോട്ട് പോലെ. നമ്മളെ അല്ല നിന്നെ. ഹായ്, താങ്ക്സ് ചേച്ചി. ചേച്ചി ഒന്നും അല്ലടോ, ഞാനും ഫസ്റ്റ് ഇയറാ. ഫസ്റ്റ് ഇയറാ? എടി ഭയങ്കരി, താനാള് കൊള്ളാല. എന്താണ് ഇയാളുടെ പേര്? സരോജാദേവി. സരോജാദേവി കൊള്ളാലോ, നല്ല പുതുമയുള്ള പേരാണല്ലോ. അയ്യോ പോയാ. അതെ, അപ്പൊ ആരാണ് ഈ ബിനോയ് സഖാവ്? അവിടെ ഒരു പോസ്റ്റർ കണ്ടു, സഖാവ് ബിനോയ്ക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയതാ. അമ്പടി, കുശാഗ്രബുദ്ധിക്കാരിയാണല്ലോ. ഇത് തന്റെ ബസ്സാണോ? ഇതെന്റെ പേഴ്സാണല്ലോ. ഇതെവിടെ കിട്ടി? ഇയാള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ പോയതാ. ഇതൊന്നും തനിക്ക് തരാൻ വേണ്ടിട്ടാ ഞാൻ വന്നേ. അന്ന് ഞാൻ പോട്ടെ. ലൈലാസുരൻ. ആരത്? സരോജാദേവി. നല്ല ഈ ചെറിയുള്ള പേരാണല്ലേ? നീ മിണ്ടരുത്.
എന്റെ സീനിയേഴ്സ് റാങ്ക് ചെയ്ത് ആ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ എവിടെ പോയി കിടക്കരുതാ? നീ ഒരുത്തരുടെ തോളത്ത് കൈയിട്ട് പാട്ടും പാടി പോയപ്പോ ഞാൻ വിചാരിച്ച് നിന്റെ പഴയ വല്ല സുഹൃത്ത് തായ്പറക്കല്ലേട്ടാ നീ. പേടിച്ചു വരാ സീനിയേഴ്സ് റാഗി. ക്ലാസ്സിൽ പോ. എന്തായാലും അവൻ എന്റെ കയ്യിൽ ഒതുക്കത്തി കിട്ടും. കോളേജിലൊന്നും ആദ്യ ദിവസം തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ച് ഞാൻ വിട്ടുകൊടുത്താണ്. എന്റെ പൊന്നിലൂടെ അവരൊക്കെ സീനിയേഴ്സ് ആണ്. സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർക്കുള്ള നല്ല കിടിലൻ ടീമാണ്. എടാ ഞാനും ഉണ്ടാക്കണ സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള കിടിലൻ ടീം. സമയം ഇങ്ങനെ നടക്കാല്ലേ അവൻ എന്റെ കൈ കിട്ടും. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നിനക്കല്ലേ പഠിക്കണ്ടേ? അപ്പൊ നമുക്ക് ക്ലാസ് ഇതാ നോക്കാം. കുട്ടി മലയാളം ക്ലാസ്. ഞാനും അങ്ങോട്ടേക്ക് ലേറ്റ്. ഞാൻ അമന്യ. എന്ത് സുധനായിരുന്നു? സുധനല്ല, ലൈലാസുരൻ. ഞാൻ ഫിജോ ഫെർണാണ്ടസ്. നിങ്ങളുടെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലേ? കുട്ടി മിയ മലയാളമാണല്ലേ? ഞാനായിരിക്കും നിങ്ങളുടെ പുതിയ ക്ലാസ് ട്യൂട്ടർ മേഴ്സി നൈന. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് എന്നോട് ചോദിക്കാം. മിസ് കേറിക്കോട്ടെ. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആണല്ലോ. ഇവരും ലേറ്റ് ആണ്. കേറി പോര്. കേറാ. നിക്ക് എങ്ങോട്ടാ ഓടി പോണേ? ഇവിടെ അവിടെയാണ് മുന്നില്. ഏയ് സംസാരിച്ചിട്ട് വിട്ടു. ഇവിടെ ഇരുന്നോ? ഇരുന്നോട്ടെ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഈ എഞ്ചിനീയറിംഗും മറ്റു കോഴ്സുകളൊക്കെ എടുത്ത് പോകുമ്പോൾ നിങ്ങളെപ്പോലെ കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ ഭാഷയെ ഇഷ്ടപ്പെട്ട് മലയാളം തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു പ്രതീക്ഷയാണ്. ഈ കൂട്ടത്തിൽ കവികളുണ്ടാവും, കഥാകൃത്തുക്കളുണ്ടാവും. ഇതൊരു നല്ല തുടക്കമാവണം. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. സ്വർഗീയ പിതാവേ, രക്ഷകനായ യേശുവേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇത് പ്രാർത്ഥിക്കണതാ. അതല്ലടാ, സരോജയോട് താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. എന്തിന്? എടാ നമ്മളവിടെ വണ്ടി കൊണ്ടു വെച്ചില്ലേ, അവിടെ എന്നെ പേഴ്സ് കളഞ്ഞു പോയി. അത് അവളാണ് എടുത്തോണ്ട് വന്നേന്ന്. അയിലെന്നെ എന്തുണ്ടായിട്ടാണ്? ഇതേ ഇതേണ്ട 2000 രൂപ. ഇത് എവിടെ നിന്ന് അടിച്ചു പറ്റിയതാ? ഇവിടെ ഒരു കലക്കം കുഴിമന്തിക്കട ഉണ്ട്, പോയാലേ? പ്രാർത്ഥന കേട്ടോ ഓട്ടോ. നന്മയുടെയും വെളിച്ചത്തിന്റെയും പഠനത്തിന്റെയും പാത തുറക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കൂ. ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. ഇനി നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒന്ന് പരിചയപ്പെട്ടാലോ? വന്ദനം. എന്റെ പേര് വിഷ്ണു ശിവൻ. കരുത്തല കിഴക്ക് വശമാണ് എന്റെ വീട്. പിന്നെ 10ലും +1ലും +2 ഫുൾ A+ ഉണ്ട്. ജനതാ കവലയിലൊക്കെ ഫ്ലെക്സ് ഒക്കെ അല്ല നിനക്കല്ല പഠിക്കണ്ടേ? പറഞ്ഞോ. അകമഴിഞ്ഞൊരു ഭാഷാ സ്നേഹി ആയതുകൊണ്ടാണ് മലയാളം തിരഞ്ഞെടുത്തത്. കലാ കായിക സാഹിത്യ മേഖലകളിൽ ഞാനെന്നും ഒരു നിരസാന്നിധ്യം. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഈ ക്യാമ്പസിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന എല്ലാ നവാഗത വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ ക്യാമ്പസിന്റെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFK സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, SFK ഇന്ന് സംസ്ഥാന വ്യാപകമായി ക്ലാസ് മുടക്കുകയാണ്. നല്ലൊരു വിദ്യാഭ്യാസ പുരോഗമനത്തിനായി പുതിയൊരു തുടക്കമെന്നോണം എല്ലാവർക്കും ഇന്ന് വീട്ടിലേക്ക് പോകാം. ഇന്ന് ക്ലാസ്സില്ല. എന്താണ് എല്ലാവരും പോണത്? ടീച്ചർക്കും വീട്ടിലേക്ക് പോകാം. തടസ്സങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു തുടക്കം. ലൈലു, നമ്മള് നമ്മുടെ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം ഈ കോളേജ് കയ്യിലടിച്ചേ. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ സ്ട്രൈക്ക് ആണല്ലോ. എടതേ സരോജാണ്. ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വരാം. ഒന്ന് പോയോ? വാ. ഫീസ് അടിച്ചിട്ട് നമുക്ക് മസാല ദോശയും ചായയും കുടിക്കാം. നിങ്ങള് ഫസ്റ്റ് ഇയർ അല്ലേ? എവിടെ പോവാ? ഇന്ന് ക്ലാസ്സിലെ സാറേ സ്ട്രൈക്കാണ്. സ്ട്രൈക്കാ? എന്ത് കാര്യത്തിന്? ഞാൻ പറയാം. നമ്മുടെ സമരമൊക്കെ വിജയല്ലേ? ബിനോയ് സി ബാബു, എന്തിനാണോ ഈ സ്ട്രൈക്ക്? എന്ത് പുരോഗമനമാണ്? ബിനോയ് സി ബാബു, താൻ ഈ ക്യാമ്പസിന്റെ ചെയർമാനാണ്. താനല്ലേടോ മറ്റുള്ളവർക്ക് മാതൃക ആകേണ്ടത്. എന്താണ് അഫ്സൽ അബ്ദുൽ ലത്തീഫ് ഇതൊക്കെ? നിങ്ങൾ കാരണം ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് ആണ് മുടങ്ങുന്നത്. എന്ത് ദിവസത്തെ ക്ലാസ് മുടക്കുന്ന സാറ് പറയണേ? സാറേ, ഈ ക്യാമ്പസിൽ മര്യാദയ്ക്ക് മുണ്ട് മടക്കി കുത്തി നടക്കാൻ പറ്റോ? അപ്പൊ കൊതുകടിക്കും. ആ കാണുന്ന ഓടെ വൃത്തികേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്റെ ബിനോയ് സി ബാബു, ഈ കുട്ടികളുടെ ക്ലാസ് മുടങ്ങും. താ ഒരു കാര്യം ചെയ്യും, ഈ മുണ്ട് മാറ്റി ജീൻസ് ആക്കി. അപ്പൊ കൊതു കുത്തത്തില്ല. സാറേ നിർത്ത്, ഞങ്ങൾ മുണ്ട് കൊടുക്കും. വേണ്ടി വന്നാ സി ബാബു വേണ്ട. പിന്നെ ഇയാൾ എന്ത് ബിനോയ് സി ബാബു താന്റെ അധ്യാപകന്റെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ.
നിന്നെ സാറ് ഞാൻ പോയി ഗ്രൗണ്ടിൽ കണ്ടോളാം. പരിഹരിക്ക്. എടാ ബിനോയ് സി ബാബു, ഈ കെ പ്രദീപ് കട്ടച്ചൽ കുഴിയെ നിനക്ക് അറിയാൻ പാടില്ല ഞെട്ടാ. ഈ സമരം ഞാൻ അറിഞ്ഞില്ല, അടുത്ത തവണ ആവട്ടെ. സാറിന്റെ വണ്ടി ഇതെന്തിനാ നിങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത്? അല്ല സാറിലെ നേരത്തെ തന്നിട്ട് അങ്ങോട്ട് ഓടിക്കളഞ്ഞത്. ഓ, ഞാൻ തന്നിട്ട് പോയല്ലേ, സോറി. നിങ്ങൾ പുതിയ പിള്ളേരല്ലേ? എന്താ പേര്? ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. എന്താ ഇയാളുടെ പേര്? പറയടാ. പേരെന്താ? ലൈലാസുർ. ഫുൾ നെയിം പറയേ. CK ലൈലാസുർ. ഇവന്റെ അപ്പൂപ്പന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഗുഡ് നെയിം, ഗുഡ് നെയിം. ലിജ ഫെർണാണ്ടസ്. ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. അപ്പോ ഉഴപ്പരുത്, പുഷപ്പ് അടിക്കണം, പഠിക്കണം. ഉറപ്പായിട്ട് പഠിക്കൂല. ഞങ്ങൾ വീട്ടിൽ പോട്ടെ. നിങ്ങളെല്ലാം കഴിച്ചായിരുന്നു? എന്നാ ഒരു 5 റൗണ്ട് കൂടെ ഓടിയിട്ട് ഒരു സെറ്റ് വോളിബോളും കളിച്ചിട്ട് വീട്ടിൽ പോക്കോ. ഓക്കെ? ഇവിടെ ഇല്ലല്ലോ, ഇനിയിപ്പോ എവിടെന്നാ പൈസ കിട്ടുക? അറിയില്ലല്ലോടാ, ഞാൻ പോട്ടെ. ഹായ്. ഹായ്. അന്നേരം പേഴ്സ് വന്നപ്പോ താങ്ക്സ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് താങ്ക്സ് പറയാൻ വന്ന താങ്ക്സ്. ഏയ് അതൊന്നും സാരില്ല. താങ്ക്സ് കഴിഞ്ഞ് വാ പോവാ. നീ ഒന്നും അതെ, എന്താണ് ഒരു ശോകമുഖത? യു ഓക്കെ? എനി പ്രോബ്ലം? ഒരു ഷോകും വാ പോവാ. പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണമെന്നില്ല കേട്ടോ. ഞാനെന്നാ ഏയ് അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ടൈം അടക്കേണ്ട ഫീല് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. കാർഡാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇനി എവിടെ ATM എവിടെ ഉള്ളതെന്നറിയോ? തൊട്ട് ബാക്കിലല്ലേ ATM, അതിനകത്ത് ട്രൈ ആയിരുന്നില്ലേ? അവിടെ നോക്കി, പക്ഷെ അത് വർക്ക് ആവണില്ല. അയ്യോ, കുട്ടിക്ക് എത്ര രൂപയാണ് അടയ്ക്കാനുള്ളത്? ഒരു 1750 രൂപ ഉണ്ട്. അത്രേ ഉള്ളൂ? ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട ദൈവത്തോട് തിരക്കില്ലടാ. അച്ഛനോട് പൈസ തരൂല. പോയി 2000 രൂപ ഉണ്ട്. കുട്ടിയുടെ കാര്യം നടക്കട്ടെ. ഇവിടെ ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഇപ്പോഴൊന്നും തരണമെന്നില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നാന്ന് വിചാരിച്ചാൽ മതി. ആരും ചെയ്യാത്തൊരു കാര്യം ലൈലാസറിന് ഇപ്പൊ ചെയ്തേ. താങ്ക്സ്. എനിക്ക് ലൈലാസറിന്റെ ഫോൺ നമ്പർ 9400452489. പതുക്കെ. 9400452489. അത് തന്നെ. ജിപേ ഇല്ലേ? ഓ ഉണ്ട്. ഞാൻ ജിപേ ചെയ്തേക്കാം. ഓക്കെ. എന്നാ ഞാൻ ഫീ അടക്കട്ടെ. ബൈ. ബൈ. കണ്ട എന്നെ നമ്പർ മേടിച്ചണ്ട അവള്. ആ പൈസ പോയാടാലു. അത് ഗൂഗിൾ ആൻറ്റി തരും. ദേ എന്നെ നോക്കി ചിരിച്ച്. തരും തരൂന്ന് പറഞ്ഞാ തരും. തരോല്ലേ? പിന്നെ അല്ലാണ്ട്. വെൽക്കം. എന്താ? ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. എനിക്കിപ്പോ വേണ്ട. അമ്മേ, ചേട്ടന് ഫുഡ് വേണ്ടാന്ന്. ചോറില് വെള്ളം ഒഴിച്ച് വെച്ചേക്ക്. ഓടി, എനിക്ക് ഫുഡ് വേണം. നീ തിന്നണ്ടാ. ഞാൻ കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോണൊന്ന് മാറ്റി വെക്കില്ല. ചോറിന് എന്താണ് കറി? ഓ, തോരൻ, സാമ്പാർ, ചീരക്കറി. അയ്യേ, മൂട് പോയി. ഏത് നേരത്തൊരു റസ്ക് തീറ്റ. അഴകനെ മാറ്റി വെച്ച് ചോറ് കഴിച്ചേ. ചെമ്മീൻ റോസ്റ്റും കൂന്തൽ ഫ്രൈയും. കുഞ്ഞു വാഴല്ലേ, ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ കഴിക്കാനാ? ഈ അമ്മയ്ക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേ. പൊന്നുമോളെ, നമുക്ക് നാളെ മീൻ മേടിക്കും കേട്ടോ. നീ ആഹാരം കഴിക്കുന്നില്ലേ? ഞാൻ ഈ കസേര ഒന്ന് നീക്കിടാൻ വേണ്ടി എണീറ്റാണ്. അടുക്കളയിൽ പോയി ഇത്തിരി അച്ചാർ എടുത്തോണ്ട് പോവാ. എന്തായാലും നീ എഴുന്നേറ്റതല്ലേ? അച്ചാറാ? ഞാനാ? അച്ചാറ് ഞാൻ എടുത്തുണ്ട്. നീ അവിടെ ഇരുന്ന് കഴിച്ചേ. ബാക്കിയുള്ളവർക്ക് എണീക്കാനും പാടില്ലേ? ഇതെന്താണ്? കോളേക്ക് എങ്ങോട്ടാ? കോളേജൊക്കെ കിട്ടിയാണ് പാപ്പ, ഒന്നും പറയാനില്ല. അതെ, ചേട്ടൻ വിളിച്ചിരുന്നു. ഇത്തവണയും ലീവ് ക്യാൻസൽ ആയിന്നാ പറഞ്ഞേ. സ്വാഭാവികം. രാജന്റെ മോളുടെ കല്യാണത്തിന് വരാന്ന് പറഞ്ഞാൽ വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഇത്. ഡാ, കഴിച്ചിട്ട് പോടാ. മതി.
ലവ് ആണ്. മിണ്ടാതെ കഴിക്കും. ലൈലാസുരൻ റീൽസ് ചെയ്യലുണ്ടോ? റീൽസ് ഒക്കെ കോമഡി അല്ലേ? ലൈലുവിന് കോമഡി റീൽസ് ആണോ ഇഷ്ടം? കോമഡി റീൽസാ? ലൈലുവിന് ഡാൻസിങ്, ആക്ടിങ് അങ്ങനത്തെ റീൽസ് ഒക്കെ ഇഷ്ടമാണോ? ഇയാൾക്ക് ഉറപ്പൊന്നുമില്ലേ? പാതിരാത്രിക്ക് ഷൂസ് കിട്ടി ഇയാളെ ഇങ്ങോട്ട. അമ്മേ അയ്യോ 4 മണി കഴിഞ്ഞല്ലോ. ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യണ്ട തോന്നറില്ലല്ലോ. വേഗം വിട്ടോ നീ. ഇടിമിന്നലൊന്നും ഇല്ലല്ലോ, പക്ഷെ നല്ല മഴ വരാൻ പോകുന്നുണ്ട്. കോളേജില് കയറണ്ടായിരുന്നു. ഏയ് മലയാളം എളുപ്പടാ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. പക്ഷെ ക്ലാസ്സിൽ കയറണം, ഉഴപ്പരുത്. ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം. പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും. നമുക്ക് ഒന്നും മിണ്ടാതിരിക്കണം. പറന്നുയർന്നൊരു ചെങ്കൊടിയായി ഉയർന്നു വന്നൊരു പോരാളി അസുരാസുരനെ മുറിച്ചുവെപ്പിൻ അഭിവാദ്യങ്ങൾ. സഹാക്കളെ, കഴിഞ്ഞ 2 ആഴ്ചകളായി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ. അന്ന് ലൈലാസുരം കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല. കൂടുതൽ വലിച്ചിട്ടുള്ള കാര്യങ്ങളോട്ട് കിടക്കാം. ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വർഷം യൂണിയൻ ഇലക്ഷന് സെക്കൻഡ് DC റെപ്പായിട്ട് നമ്മുടെ SFKക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈലാസുരനായിരിക്കും. ലൈലാസുരൻ, അതെ, നമുക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. പോസ്റ്റർ അടിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളത് പോട്ടെ. വേണമെന്നില്ല, അവിടെ നിന്നാണ്. സഖാവേ, ഇതാണ് നമ്മുടെ താവളം, അതായത് നമ്മുടെ ക്ലാസ് റൂം. സഖാവ് ഇരിക്കി. സന്ധ്യ ഇരിക്കി. ഇല്ല, അവിടെ നിന്നോളാം. അല്ല, എന്നാലും സഖാവിനെ പോലെ ഒരാളെ ഇതുവരെ പാർട്ടി ഓഫീസിലോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. അതിന് ഞാൻ അറിഞ്ഞില്ല. എന്ത് ഉള്ളിൽ ഇത്രയും വലിയൊരു സഖാവുള്ള കാര്യമോ? അല്ല, ഞാൻ പറയാൻ വന്നതല്ല, മൊത്തത്തിലുള്ള ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം. ഈ വസ്ത്രധാരണേ ഞങ്ങളെ കണ്ടില്ലേ. പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നുമല്ല. ഏത് മനസ്സിലായില്ലേ? ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. SFKയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ്. ഞാൻ അതങ്ങ് തരും. ആ, ഈ കൊല്ലം നിങ്ങൾ ഇതുവരെ 2250 കിലോമീറ്ററാണ്. നിങ്ങളൊരു 5 റൗണ്ട് കൂടെ ഓടിയിട്ട് ഓഫീസിലേക്ക് വാ. സഖാവ് CK ലൈലാസുരൻ. തന്റെ ആവേശമൊക്കെ എനിക്ക് ഇഷ്ടമായി. രാഷ്ട്രീയമൊക്കെ നല്ലതാ, പക്ഷെ ഉഴപ്പരുത്. ബിജു ഫെർണാണ്ടസ്. തനിക്ക് ഇച്ചിരി കൊഴുപ്പ് കൂടി വരുന്നു. ഐ മീൻ ബെല്ലി ഫാറ്റ്. ഫ്രീ ടൈമില് ഗ്രൗണ്ടിലോട്ടൊന്ന് ഇറങ്ങും, നമുക്കൊരു 5 റൗണ്ട് ഓടാം. ഓക്കെ. പ്രൊഫസർ പോൾ വർഗീസ് ജിമ്മിലേക്ക് വരുന്നോ? ആന്നേ, 170 പക്ഷേ പഠിക്കാം. എപ്പ ജയിലിൽ നിന്ന് ഇറങ്ങി? അവിടെ ചായ ഉണ്ടോ പറയല്ലേ?
ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമുണ്ട്. ഞാനിതിനെ നോക്കിക്കാണുന്നത് വേറൊരു തലത്തിലാണ്. ഇല്ല, സഖാവേ. ഇതിന് വലിയ നാളെ വരുമ്പോ മുടി മറക്കല്ലേട്ടാ. മുടി വളർന്നു. നാളെ കളക്ടറേറ്റിലെ ബക്കറ്റെല്ലാം എവിടെ ഇരിക്കണേ? എടുത്തിട്ട് ചേട്ടാ, ഞാൻ സന്ധ്യ. ഞാനാണെന്ന് ചേട്ടന് വേണ്ടി ആദ്യമായിട്ട് ജയ് വിളിച്ചത്. ഓ, അത് കുട്ടിയാണ്. അന്ന് ജയ് വിളിച്ചില്ലേ? ആ, ഷോ എന്തൊരു ആവേശമായിരുന്നു. ചേട്ടനാ കൊടിയെടുത്ത് പറത്തിയപ്പോ രോമാഞ്ചായിരുന്നു ശരിക്കും. എന്നാ ചേട്ടാ ഞാനങ്ങട് ഫിഫോടെ എല്ലാവരും എന്നെ കളിയാക്കാണ. ലൈലൂടാ, നീ ഇപ്പൊ പഴയ ആളൊന്നുമല്ല. ഒരു കോളേജ് മൊത്തം പറപ്പിച്ച് സസ്പെൻഷൻ മേടിച്ച് ജയിലിലൊക്കെ കിടന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന സഖാവ് ലൈലാസുരനാണ് നീ. കള്ള ലൈലു, ലൈലാസുര, ഇനി നിന്റെ വരവാണ്. ശരിക്കും ശരിക്കും വണ്ടി എടുക്ക് നീ.